രാമാനുജ അടിപൊളി പരിപാടിയാണ്. ഇത് എന്തായാലും നമുക്ക് പിടിക്കണം. ഞാൻ ഒരു 5000 ഇടാം, നീ ഒരു 5000 ഇട്. എന്താടാ ഒരു 5000 രൂപയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എടാ നീ എന്റെ പാർട്ട്ണർ അല്ലേടാ. അത് സെറ്റ് ചെയ്യ്. എടാ ബാക്കി എമൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം, അത് കുഴപ്പമില്ല. ആ ഓക്കെ. മോളെ ഒന്നും വിചാരിക്കല്ലേ, അച്ഛന്റെ പൈസക്ക് അത്ര അത്യാവശ്യം വന്നോണ്ടാ. കുഴപ്പമില്ല, നാളെ രാവിലെ തന്നെ പൈസ കിട്ടും. അപ്പൊ നാളെ ഉച്ച ആകുമ്പോഴേക്കും ഇത് എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ടുവച്ചേക്കാം കേട്ടോ. ഹലോ ഹലോ. ഹായ്. ഹായ്. എന്താണ് പരിപാടി? എന്തുപരിപാടി? എനിക്ക് എന്റെ മുറിയില് നമുക്ക് നമ്മുടെ മുറിയിലേക്ക് കയറാൻ പാടില്ല എന്നുണ്ടാ? അല്ല അങ്ങനെയല്ല, ഈ സമയത്ത് ഇങ്ങനെ ഒരു ചുറ്റിക്കളി, അതാ ഞാൻ ചോദിച്ചത്. എന്ത് ചുറ്റിക്കളി? എന്താ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അതെനിക്ക് ജന്മനാനുള്ളതാണ് ഈ മുഖത്ത് ഈ കളർ. അത് ഇനി ഒന്നും മാറ്റാൻ പറ്റൊന്നുമില്ല. അതെനിക്കറിയാം. നിനക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ ഞാൻ ഈ മുറി കയറിയത് എന്തിനാണെന്നാ? വെറുതെ എനിക്കിത് നോക്കാൻ പറ്റത്തില്ല. സേതുവിനെ നോക്കട്ടെ നോക്കട്ടെ. സാധാരണ ഈ സമയത്ത് ഇങ്ങനെ റൂമിൽ കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. ഹേ എന്തായാലും എന്നെ സേതു, കള്ളത്തരം കാണിക്കാൻ വഴിയൊന്നുമില്ല. സേതുവിന് ആകെ ആവശ്യമുള്ളത് പൈസയാണല്ലോ. അങ്ങനെ പൈസക്ക് ആവശ്യം വരുമ്പം മോഷ്ടിക്കില്ല, ചോദിക്കുകയുള്ളൂ. അയ്യോ, ഫീലാവാൻ വേണ്ടി പറഞ്ഞല്ല, മോഷണം എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്കറിഞ്ഞൂടെ സേതുവിനെ, ചുമ്മാ പറഞ്ഞാട്ടോ. ദേ ഇനി അങ്ങനെ എങ്ങാനും മോഷ്ടിക്കുന്നത് അറിഞ്ഞാലേ ഇടിക്കുഞ്ഞ് കുത്തും തരുന്നു. ലവ് യു. അത് എന്റെ ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോ ഡിലീറ്റ് ചെയ്യും, ചിലപ്പോ ഡിലീറ്റ് ചെയ്യത്തില്ല. എടി മീനു, നിന്നോട് മര്യാദക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല ഒത്തച്ച, അത് എന്റെ അക്കൗണ്ടാണ്, എന്റെ ഇഷ്ടമാണ്. ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല. എടി നീ അത് ഒരാളെയും കാണിക്കൂല, നീ എവിടെയും പോസ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടാണ് നീ പറഞ്ഞ പോലെ അന്ന് പാവാടയ്ക്ക് ഇട്ട് ഞാൻ ഡാൻസ് കളിച്ചത്. എന്നിട്ട് നീ അത് പോസ്റ്റ് ചെയ്തത് വിശ്വാസവഞ്ചനയാണ്. അതപ്പോ ഇതിപ്പോ ഞാൻ ചിലപ്പോ ഡിലീറ്റ് ചെയ്യും, ചിലപ്പോ ഡിലീറ്റ് ചെയ്യത്തില്ല. ഈ ഒരൊറ്റ കീറിയാൻ വെച്ചതാലുണ്ടല്ലോ ഡിലീറ്റ് ചെയ്യടി. ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല. അമ്മ എന്നെ ഇടിച്ച് കൊല്ലുന്നു. എന്നെ നാട്ടിച്ചിട്ട് നീ കിടന്ന് കാരണം മര്യാദക്ക് ഡിലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ ചെയ്യത്തില്ല. അതിന്റെ 1 മില്യൺ അടിച്ച ആദ്യത്തെ വീഡിയോ. 1 മില്യണാ? എടി സാധാരണ 250 പോലും വരാത്തല്ല. എന്ത് ചെയ്യാനാ, ഇപ്പൊ 10 മില്യൺ ഒക്കെ അടിക്കും. എന്റെ മാനം പോയെടുത്തി എങ്ങനെ പോകാനാ? താൻ ഈ സമയത്ത് വളിച്ച കോമഡി അടിച്ചാലുണ്ടല്ലോ. എന്റെ കാര്യം എന്നാ പറ എടുത്തി. ഇവളാരെയും കാണിക്കൂല എന്ന് പറഞ്ഞിട്ട് അന്ന് ബെറ്റ് വെച്ചിട്ട് ഞാൻ പാവാടയ്ക്ക് ഇട്ട് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ എടുത്തായിരുന്നു. അതിപ്പോ അവള് കൊണ്ടേ പോസ്റ്റ് ചെയ്ത്. അത് മാത്രല്ല, സ്കൂളിന്റെ കോളേജിന്റെ ഏത് ഗ്രൂപ്പ് തുറന്നാലും എന്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. പിള്ളേർ ഇപ്പൊ സ്റ്റിക്കർ വരെ അടിച്ചിറക്കി. ആ വീഡിയോ താഴെ ഞാനും ഇട്ടിട്ടുണ്ട് 2 തീക്കോളം. നിങ്ങളും നല്ല വീഡിയോ ആണ് ഇട്ടത്. അമ്മ, എനിക്ക് ആ വീഡിയോ ഇട്ടതോടെ ഒരു കാര്യം മനസ്സിലായി. എന്താടാ? കൊച്ചന് കോളേജിലെ പാവാട എന്നൊരു ഇറക്കപ്പേരുണ്ടായിരുന്നു. അത് കൊള്ളാടാ, സൂപ്പർ. എന്താണ് നിങ്ങൾ പാവാടാന്ന്? കൂട്ടുകാരാകുമ്പോ അങ്ങനെ പലതും വിളിച്ചു തരും. ചേട്ടൻ എന്തൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പറഞ്ഞു കൊടുക്കട്ടെ, പറയട്ടെ. അച്ഛാ, അതൊന്നുമല്ല കാര്യം. കൊച്ചനാണെങ്കിൽ എപ്പോഴും ആനിക്കുഞ്ഞമ്മടെ പുറകെല്ലായിരുന്ന, അതുകൊണ്ടാ പാവാടയെന്ന് വിളിക്കുന്ന. ഓ അത് ശരി. എടാ നിനക്ക് വേറെ കാര്യം അറിയോ? ഇത് സൂപ്പർ സാധനം. എന്നാന്നറിയോ? നിനക്കും ദേ ഇങ്ങേർക്കും പാവാട തന്നെയായിരുന്നു പണ്ട്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ പറയുന്ന കാര്യം. അല്ല, പാവാട എന്നുള്ള പേര് കേട്ടപ്പോ പെട്ടെന്ന് നെസ്റ്റ് അടിച്ചു. പഴയ കാലത്തേക്ക് ഇങ്ങനെ ഓർത്തു പോയതാ. അല്ല, അച്ഛൻ അമ്മയുടെ പുറകെ നടന്നുകൊണ്ടാണ് പാവാട എന്ന പേര് വന്നത്. അതെ, നിനക്ക് കളിയാക്കാൻ വേണ്ടി ഒരുത്തരെ കിട്ടിയിട്ടില്ലേ? പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറണം ഇപ്പൊ. കളിയാക്കാൻ? അതെ, എന്നെ എങ്ങാനും നാറ്റിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിനക്ക് ഒരു 10 മിനിറ്റ് സമയം തരും. മിനിറ്റ് 10 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് ഒരു ചാൻസ് ഉണ്ടാവില്ല. മര്യാദക്ക് ഡിലീറ്റ് ചെയ്തു. ഞാൻ അത് ഡിലീറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യത്തില്ല.
എനിക്ക് നല്ല റീച്ച് കിട്ടിയ വീഡിയോ അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ എന്ത് ചെയ്യാനാ? ഏട്ടത്തി ഇവിടെ പറയണമെന്ന് കേൾക്കുന്നത്. അമ്മ കൊച്ചനാണെങ്കിൽ അത് ഇഷ്ടപ്പോ തന്നെ പെട്ടെന്ന് റീച്ച് കേറിക്കൊണ്ടിരിക്കുക. എന്റെ കൊച്ചൻ 10 മില്യൺ ആവുന്നൊക്കെ ഇവള് പറഞ്ഞ. ഞാൻ ഇനി അങ്ങനെ പുറത്തിറങ്ങി നടക്കും. എനിക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കണ്ടേ? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എന്തായാലും ഇപ്പൊ ഈ വീഡിയോ ഇത്രയും റീച്ച് ഒക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇനി വീഡിയോ ചെയ്യാം. അപ്പൊ അത് ഒരുപാട് റീച്ചിലോട്ട് കേറും, പിന്നെ കൊളാബറേഷൻ കിട്ടും. അതിനകത്ത് കിട്ടുന്ന 50-50 അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഞാൻ നിന്നെ വിശ്വസിച്ചിട്ട് നിന്റെ ഒപ്പം റീൽ ചെയ്യണം. കുടിച്ച വെള്ളത്തിൽ ഞാൻ നിന്നെ വിശ്വസിക്കൂല. അതെ 10 മിനിറ്റ് സമയം തന്നെ, അതിലിപ്പോ 2 മിനിറ്റ് കഴിഞ്ഞു, ബാക്കി 8 മിനിറ്റ്. അതിനകത്ത് ആ വീഡിയോ നിന്റെ അക്കൗണ്ടിൽ നിന്ന് പോയില്ലെങ്കിൽ മോളെ ഗോവർദ്ധൻ ആരാന്ന് നീ അറിയും കേട്ടാ. എടി ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അമ്മ ഞാൻ ഡിലീറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യത്തില്ല. അയ്യാ വീഡിയോയുടെ കാര്യമല്ല, പോയി 4 അക്ഷരം പഠിക്കടി. അതായിരുന്നു പഠിക്കാനല്ലേ പറഞ്ഞ, ഐസ്ക്രീം നല്ലല്ലോ ഇത്രയ്ക്കും പോലെ. അല്ല നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞാൻ പുറത്തു പോകണം, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഈ വേഷത്തിലാണോ മീറ്റിങ്ങിന് പോകുന്നത്? എന്താ ഈ വേഷത്തിൽ മീറ്റിംഗിന് പോക്കൂടെ? അല്ലല്ലോ, വേറെ എന്തോ ചുറ്റിക്കളിയുണ്ടല്ലോ, മുഖത്തെന്തായാലും മ്ലാനത. നേരത്തെ നിനക്ക് കളർ ഇഷ്ടമായിരുന്നു, ഇപ്പൊ മ്ലാനത വന്നിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്, ഒട്ടും ചേരുന്നില്ല കേട്ടോ ഈ വേഷം. ആയിക്കോട്ടെ, എങ്ങോട്ടേലും ഞാൻ പോകും. ഗോവർദ്ധ, എന്താ എന്താ പരിപാടി? എന്ത് പരിപാടി? പരിപാടിയൊന്നുമില്ല. ആ കുരിപ്പനെ നാണം കെടുത്തിയാണെങ്കിൽ. ഓ, വീഡിയോയുടെ കാര്യമാണോ? അത് ഞാൻ കണ്ടായിരുന്നു. നീയും കണ്ട? ആ, മിക്കവാറും ഗോവർദ്ധ ഒരു നാഷണൽ ക്രഷ് ആവുന്ന എനിക്ക് തോന്നുന്നു. നീ ചുമ്മാ കളിയാക്കാൻ നിൽക്കല്ലേ, ഞാൻ അല്ലെങ്കിൽ തന്നെ പൊളിഞ്ഞിട്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ. അയ്യോ, ഞാൻ കളിയാക്കിയതല്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കല്യാണവും കഴിഞ്ഞ് വെച്ചിരിക്കുമ്പോ പറഞ്ഞു ചിരിക്കാൻ എന്തെങ്കിലും വേണ്ടേ? കല്യാണോ? ഏത് കല്യാണം? ആരുടെ കല്യാണക്കാര്യവാ? ഇവിടെ ഇപ്പൊ ഇവിടെ നിന്ന് നീ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? പിന്നെ എനിക്ക് നിന്റെ പുറകെ നടക്കലാണല്ലോ ഇപ്പൊ പണി. അതെന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നിനക്ക് വേറെ ഒരു പണിയില്ല ആനി? അതെ, നിങ്ങളൊന്ന് നിർത്തിയേ. ഞാൻ ചോദിച്ചു മടുത്ത കാര്യമാണ്, എന്നാലും ചോദിച്ചു പോയി. ഈ കാണുമ്പോ ഇങ്ങനെ തല്ലുപിടിക്കാല്ലാതെ നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? ഞാനല്ലല്ലോ, ഇവളല്ലേ. വെറുതെ വഴക്കുണ്ടാക്കാൻ വരുന്ന ഇവളല്ലേ? രണ്ടും കണക്കാണ്, രണ്ടും കണക്കാ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ ഗോവർദ്ധനോട് സംസാരിക്കുമ്പോ നിനക്ക് പൊസസീവ്നെസ് അടിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ടോ? അയ്യേ, എനിക്കെന്താ പൊസസീവ്നെസ്? എനിക്ക് പൊസസീവ്നെസ് ഒന്നുമില്ല. ഇല്ലേ? ഉറപ്പാണ്? എന്നാ മോള് പൊക്കോ. ഞാനെങ്കിൽ നീ പറയാൻ വന്ന കാര്യം പറഞ്ഞു. അതെ, എന്റെ ചേച്ചിയാണല്ലോ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അത് വെറുതെ പാഴായി പോണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞത്. ക്ലാര ചേച്ചി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലേ ചേച്ചി എന്നോട് നേരിട്ട് പറഞ്ഞേനെ. അതിൽ നീ അഭിപ്രായം പറയാൻ വരണ്ട. ഞാൻ അഭിപ്രായം പറയും, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. നിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എടുത്ത് മടക്കി നിന്റെ കൈ വെച്ചിരുന്നാ മതി, അത് എന്റെ മേത്തോട്ട് ഇറക്കണ്ട. അയ്യാ, നീ എന്തോ ചെയ്യോടി? ഇത് എന്തിനാ പിള്ളേരെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കുന്നേ? അയ്യോ, വഴക്കുണ്ടാക്കിയതല്ല ചാ, ഞങ്ങള് ജസ്റ്റ് സംസാരിച്ചതാ. അയ്യോ, ഇങ്ങനെയാ സംസാരിക്കുന്നത്? സംസാരം കേട്ട് കഴിഞ്ഞാൽ വഴക്കാണേ പോകത്തുള്ളു. ചോദിക്കാ, അങ്ങനെ വാ തുറന്ന് ചോദിക്കും. ഇവിടെ ഇനി എന്നാ പ്രശ്നം? മോളെ, ഇവരുടെ സംസാരം കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഭയങ്കര വഴക്കാന്ന്. വഴക്കോ? ഞാൻ വെറുതെ പോകുമ്പോ ഇവളെന്നെ മെക്കിട്ട് കയറുവാ. വെറുതെ പോകുമ്പോ മെക്കിട്ടേറണം എന്തുവാ? അതിനുള്ള വെറുതെ പോവാറില്ല ചേച്ചി. മറ്റേ പരസ്യത്തില് കാണുന്ന ഒരു പട്ടിക്കുട്ടി എപ്പോഴും പുറകെ പോകത്തില്ലേ, അതുപോലെ എപ്പോ നോക്കിയാലും എന്റെ പുറകെയാ. ഓരോടി നീ പട്ടിന്ന് വിളിക്കുന്നേ? ഞാൻ പട്ടീന്ന് വിളിച്ചില്ലല്ലോ, ഒരു ഉദാഹരണം പറഞ്ഞില്ലേ? ആനി നിർത്ത്. ഇത് തന്നെ ചേച്ചി ഇവളുടെ പ്രശ്നം, വെറുതെ ഒരു പിച്ചും പേയൊക്കെ പറഞ്ഞു നടക്കും. ഞാൻ ഈ ഓഫീസിലേക്ക് പോ. ചെല്ലോ, നീ വന്നേ, വാ. എന്ത് കഷ്ടമാണല്ലോ അച്ഛാ, ഇങ്ങനെ എന്ത് ചെയ്യും? അയ്യോ, എന്റെ മോനൊക്കെ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ എന്തിനാ അച്ഛാ കഷ്ടപ്പെടുന്നത്? നിന്റെ പേരിൽ ആ പെമ്പിള്ള രണ്ട് വഴക്കുണ്ടാക്കുന്നതെന്ന് ബുദ്ധിയില്ലാത്ത ആർക്ക് മനസ്സിലാവുന്നു? ബുദ്ധിയില്ലാത്ത അച്ഛന് വരെ മനസ്സിലായി എന്റെ വില എന്താന്നുള്ളത്. നിന്റെ വിലയോ? എന്താ വിലയുണ്ട്? വീട്ടിൽ എന്തെങ്കിലും വീട്ടിലോ ആർക്കും നല്ല ഗുണമല്ലോ ചെയ്തിട്ടുണ്ടോ ഇതുവരെ? ഓ, ഇതാ പറയണ മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്ന്. കഷ്ടകാലത്തിന് ഞാൻ വന്ന് ജനിച്ചത് ഈ മുറ്റത്തായി പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴും ഇരുട്ട് കണ്ട മുള്ളുന്ന നീ ഇങ്ങനെ ഡയലോഗ് അടിക്കല്ലേ? അതെ, ഈ ചെറിയ ചെറിയ പേടിയൊക്കെ ഏത് മനുഷ്യനുണ്ടാവും. പക്ഷെ ഈ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് അന്വേഷിച്ചു നോക്ക്. നാട്ടിലും കോളേജിലൊക്കെ ഞാൻ ആരാന്നറിയോ? നീ ആരാ? റോക്ക് സ്റ്റാർ. അയ്യോ, എന്ത് സ്റ്റാർ ആയാലും ഈ കുടുംബത്തിന് വേണ്ടി ഇതുവരെ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടോ? അതെ, ഈ കുടുംബത്തിന് ഒരു ആവശ്യം വരുമ്പോ നല്ല കാര്യമൊക്കെ ഞാൻ താനേ ചെയ്തോളും. അതിനു മുമ്പ് സെറ്റിൽ ആവാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടാ. നോക്കിയാ മതി, കാണിച്ചു തരാം. എന്താ കാണിക്കാനാ നീ? എന്താ ചെയ്യാനാന്ന് ഈ ചെറുക്കന്റെ കാര്യം? പല തവണ ഞാൻ നിനക്ക് വാണിങ് തന്നിട്ടുള്ള കേട്ടോ.
ചേച്ചി പലതവണ എനിക്ക് വാണിംഗ് തരുന്നതിന് പകരം ആ ജാനകിക്ക് ഒരു തവണ ഒന്ന് വാണിംഗ് കൊടുക്ക്. ഞാനെന്തിനാ അവൾക്ക് വാണിംഗ് കൊടുക്കുന്നേ? ചേച്ചി 24 മണിക്കൂറും ആ ജാനകി ഗോവർദ്ധന്റെ പുറകെയാ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ചേച്ചിക്ക് അറിയാവോ? അവർ രണ്ടുപേരും ബൈക്കിൽ കൂടെ കറങ്ങാൻ പോകുന്നു, വാഴത്തോപ്പിൽ പോയി തേൻ കുടിക്കുന്നു. വാഴത്തോപ്പിൽ തേനാ? ഇവിടെ നടക്കുന്ന ഒന്നും അറിയാതെ ഇങ്ങനെ നടന്നോ. അവളെ ഒന്ന് നിലയ്ക്ക് നിർത്തുന്നത് ചേച്ചിക്ക് നല്ലതായിരിക്കും. ഞാനെന്തിനാ അവളെ നിലയ്ക്ക് നിർത്തുന്നേ? നിനക്കെന്നാടി ഇത്? എനിക്കൊന്നുമില്ല. ഞാൻ ഇറങ്ങുമ്പോൾ നിനക്കെന്താ പ്രശ്നം? ആദ്യം പറ. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പിന്നെ ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ ചേച്ചിക്ക് എന്തിനാ ഒരു ചീത്തപ്പേര് കേൾക്കുന്നതെന്ന് ഓർത്തിട്ട്. പിന്നുണ്ടല്ലോ, ഈ ചെയ്യുന്ന ഒന്നും അത്ര ശരിയല്ലാന്ന് ഞാൻ അവക്കൊരു വാണിംഗ് കൊടുത്തു. ആണല്ലേ? അയ്യോ, എന്റെ പൊന്നുമോളെല്ലാം എന്റെ നല്ലതിന് വേണ്ടിയാണോ ഈ ചെയ്യുന്നേ? ആണോ? ഒരൊറ്റ ഇടി വെച്ചെന്നുണ്ടല്ലോ പെണ്ണെ. പല തവണ ഞാൻ പറയുന്നു, നിന്റെ ചാട്ടം എങ്ങോട്ടേക്കാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിർത്തിക്കോ. ചേച്ചി, ഞാൻ ചേച്ചിക്ക് അന്ന് പ്രോമിസ് ചെയ്ത് തന്നെയല്ലേ. ഓ, അപ്പൊ അത് നിനക്ക് ഓർമ്മയുണ്ട്, നല്ലപോലെ വൃത്തിയായിട്ട് ഓർമ്മയുണ്ട്. കണ്ടട്ടാ, കളിക്കണ്ട. പോ 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 പോ, ഓടി അങ്ങോട്ട്. ഇന്ന് തുള്ളുന്നു. ഗോവർദ്ധന ഇപ്പൊ ജാനകിയുടെ പുറകെയാണോ അതോ ജാനകി ഗോവർദ്ധന്റെ പുറകെയോ? ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തിലാട്ടെ. ഹായ്. മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? മീറ്റിംഗ് കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അല്ല, രാവിലെ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് ക്ലിയർ ആയി. ഇവനെയും കൂടെ കണ്ടപ്പോഴത്തേക്കേ സമാധാനം. കൂടുതൽ സംസാരിക്കല്ലേ, നമ്മൾ ബിസിനസ്സുകാരാകുമ്പോ പല പല മീറ്റിംഗ് കാണും അല്ലേടാ? അതെ 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 അതെ. അല്ല, അതൊക്കെ പോട്ടെ. നിനക്ക് എന്താ പ്രശ്നം? ആക്ച്വലി നീ രാവിലെ തന്നെ എന്നെ കണ്ടപ്പോ തുറന്നു മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടെന്ന്. നിന്റെ എന്തെങ്കിലും സാധനം ഞാൻ ഇവിടുന്ന് എടുത്തോന്ന് എന്തോടി എല്ലാരും കണ്ടു നിനക്കൊരു ഡൗട്ട്? കള്ള ലക്ഷണമൊന്നും വക്കീലെന്നും പറഞ്ഞ് 24 മണിക്കൂർ നീ വാ തുറന്നു എന്ന് പറയുന്ന കണക്കൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നിന്നെ കാണുമ്പോൾ കള്ള ലക്ഷണം കൂടുതൽ. പടായിരുന്നു പിന്നല്ലാതെ ഞാൻ പറഞ്ഞല്ലേ. ഒപ്പത്തിന് വെച്ചോ. അല്ലെങ്കിൽ തന്നെ നീ അവന്റെ അടുത്ത് എന്ത് കാര്യത്തില്ല ഇതെടുത്താന്ന് ചോദിക്കുന്നത്? ഒരു 100 രൂപ വേണമെങ്കിൽ അവൻ നിന്റെ അടുത്ത് ചോദിക്കണം. എന്നിട്ട് അവസാനം മനസ്സിലാകുമ്പോ എപ്പോഴെങ്കിലുമാണ് നീ ഒരു 100 രൂപ അവന് കൊടുക്കുന്നത്. ആ പയ്യന്റെ മുഖത്ത് നോക്കി എടുത്തു. അവന്റെ വിഷമം കണ്ട, നല്ല വിഷമമുണ്ടല്ലോടാ. കണ്ട, ഒരുപാട് വിഷമമുണ്ട് അവന്. ഒരുപാട് പറയുമ്പോ എത്ര ഉണ്ടാവൂടാ? നിന്റെ ആളെ കളിയാക്കണം. ഒരുപാടുണ്ട്. തമാശ പറയാനും പറ്റൂല ഈ വീട്ടില്. അമ്മോ, ചുമ്മാ പറഞ്ഞൊന്നു. ആയിക്കോട്ടെ, ഈ വീർപ്പിക്കൊന്ന് മാറ്റിക്ക്. നിങ്ങൾ വർത്താനം പറഞ്ഞ ഞാൻ പോയി തരാം. എന്തുവാടാ രാമാനുജം, എന്റെ മനസ്സിനകത്ത് നല്ല കുറ്റബോധമുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ക്ലാരിനോട് പറയേണ്ട ഒരു സാധനമൊക്കെ എടുക്കുന്നത്. ഞാൻ ക്ലാരിനോട് ചെന്ന് പറയട്ടെ, ഇത് മോഷണത്തിന് തുല്യല്ലേ? അല്ലെ, ഇത് ആദ്യമായിട്ടാണോടാ. നമ്മൾ സ്ഥിരമാകുമ്പോ അങ്ങനെ തോന്നത്തില്ല നമുക്ക്. ഒരു പ്രശ്നം അങ്ങനെയാണെങ്കിൽ നിന്റെ ഞാൻ പറ്റിച്ച് ഒരുപാട് പൈസ ഉണ്ടായി. എന്നെ പറ്റിച്ചാ? ഇല്ലടാ, ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ നിന്റെ ഇങ്ങനെ മോട്ടിക്കുന്നതായിട്ട് എനിക്ക് തോന്നും. അപ്പൊ എനിക്ക് ഇങ്ങനെ കുറ്റബോധം വരും. അതുകൊണ്ട് ഇതൊരു വിഷയമല്ല. അത് മാത്രമല്ലേ, ഇപ്പൊ ഒരുപാട് സ്വർണ്ണമൊന്നുമില്ലല്ലോ, കുറച്ച് സ്വർണ്ണം എടുത്തുള്ളൂ. 1 ഗ്രാമിന്റെ ഒരു സ്വർണം. ഇത് നമ്മൾ നാളെ എടുത്തങ്ങ് കൊടുത്താൽ മതിയല്ലോ. മതി മതി. നമ്മുടെ പരിപാടിയാണല്ലോ, അതിന്റെ വിജയമാണല്ലോ നമുക്ക് പ്രധാനം. അതുകൊണ്ട് നമ്മൾ നാളെ എടുത്ത് കൊടുക്കാം. നീ നിന്റെ ഈ കള്ള മുഖവും നിന്റെ കള്ള നിപ്പും കാണുമ്പോൾ നമുക്ക് ഡൗട്ട്. ആദ്യമായിട്ടായോണ്ടാണ്. ഞാൻ ക്ലാരിനോട് ചെന്ന് പറയണോ വേണ്ടല്ലേ? രാവിലെ തന്നെ നാളെ എടുത്ത് കൊടുത്തിട്ട് മതി. എപ്പോഴും അവളെ മുമ്പ് ചെന്നിട്ട് ഡൗട്ട് അടിക്കും. എന്തോ കള്ളത്തരം കളഞ്ഞാൽ ഇതൊന്നുമല്ല, കൈ നിന്നിട്ട് നീ പറഞ്ഞത് അവളെ മുമ്പ് പിടിച്ചിരിക്കാൻ വേണ്ടി ഒന്നുണ്ടാക്കിയത്. ഇപ്പൊ കള്ള പ്രശ്നം തോന്നുന്നില്ല. നീ അടുത്തുള്ളപ്പോഴാണ് കൂടുതലും തോന്നുന്നത് തന്നെ. ജാനകി എന്തിനാ ഇവിടെ വരുന്നേ? വർക്ക് ചെയ്യാനല്ലേ ചേച്ചി? അല്ലേന്നോ? അല്ല, വർക്ക് ചെയ്യാനാണ്. എന്താ? അല്ല, താനും ഗോവർദ്ധനും തമ്മിൽ എങ്ങനെയാ? ഞാനും ഗോവർദ്ധനും നല്ല ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സും മാത്രമല്ലേ ഉള്ളൂ? അയ്യോ, ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. ഞാനിപ്പോ ഗോവർദ്ധനെ ഇഷ്ടപ്പെട്ടാലും ഗോവർദ്ധന ആനിയല്ലേ ഇഷ്ടം. ഞാനെന്തിനാ വെറുതെ എന്റെ സമയം കളയുന്നേ? തന്നോട് ആരാ പറഞ്ഞേ ഗോവർദ്ധന ആനി ഇഷ്ടമാണെന്ന്? അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ. എന്നിട്ടാണോ സിനിമയ്ക്കൊക്കെ പോയത്? ഓ, അതാണോ? ഞാനും എന്റെ റൂംമേറ്റും ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷെ അവസാന നിമിഷം അവൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ ഒരു എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഞാനപ്പോ ഗോവർദ്ധനോട് ചോദിച്ചു വരുന്നുണ്ടോന്ന്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. വേറൊന്നും ഇല്ലല്ലോ അല്ലേ? അയ്യോ ചേച്ചി ഇപ്പോ എന്നോട് ഗോവർദ്ധനെ കാണണ്ട, സംസാരിക്കണ്ടെന്ന് പറഞ്ഞാ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അല്ല, ഞാനതിന് ജാനകിയോടൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ.
ചേച്ചിയെങ്കിലും കുറച്ച് ഫോർവേഡ് തിങ്കിങ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴേ അതില് പിന്നെ ഈ സിനിമയ്ക്ക് പോകുന്നതോ അല്ലെങ്കിൽ പുറത്തു പോകുന്നതോ ഒന്നും വലിയ തെറ്റല്ല. ഇപ്പൊ ഞാനും രാമാനുജനാണെങ്കിലും നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, ഞങ്ങളും സിനിമയ്ക്കൊക്കെ പോവാറുണ്ട്. പിന്നെ ജാനകി വിചാരിക്കുന്ന പോലെ ഒരു തള്ളവൈബൊന്നും അല്ലട്ടോ ഞാൻ. അത് ചേച്ചിയെ കണ്ടാൽ തന്നെ അറിയില്ലേ. കുടിക്ക്. അപ്പൊ ശരിയാണെങ്കിൽ ജോലിയൊക്കെ നടക്കട്ടെ. ശരി ചേച്ചി. ഇതാ പിശാചിന്റെ പണിയാ. ആഹാ, മീനൂട്ടി ഇത് വലിയ സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി? അയ്യോ അപ്പൂപ്പന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, എന്തുവാ? അപ്പൂപ്പ വെറും 250 വ്യൂസ് ഉള്ള എന്റെ യൂട്യൂബ് ചാനലിലെ ആ, വെറും ഒരു വീഡിയോ ഉണ്ട് 2 മില്യൺ വ്യൂസ് അപ്പൂപ്പായത്. എന്തുവാ അത്? ഇപ്പൊ എന്ന് വെച്ചാൽ 20 ലക്ഷം പേരാണ് എന്റെ വീഡിയോ ഉണ്ടത്. ശ്ശോ, എന്റെ പൊന്നമ്മോ. അപ്പോഴ് 2 പേര് കണ്ടതിന് 1 രൂപ വെച്ച് കിട്ടിയാൽ, അയ്യോ മക്കളെ 10 ലക്ഷം രൂപ കിട്ടിയാലല്ലോ. എനിക്കും ആഗ്രഹമുണ്ട് അപ്പൂപ്പ, പക്ഷെ അതൊന്നും കിട്ടത്തില്ല. അതിന് നമ്മൾ ഒരുപാട് പണിയെടുക്കണം. അപ്പൊ നമ്മൾ തുടങ്ങി. ആ പണി നീ എന്നെ വെച്ചല്ലേ എടുക്കേണ്ടത്. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു. ഫോൺ തന്നെ തരൂല. അപ്പൂപ്പ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക അപ്പൂപ്പ. എന്താ പറയാനാ മക്കളെ? ആ പൂപ്പനൊന്നും പറയണ്ട, നിന്നോട് ഫോൺ തരാനാ പറഞ്ഞതാ. അടാ ഉണ്ടായിരിക്കണം, ഞാൻ പറയട്ടെ. മിണ്ടാതിരിക്കാനാ? അപ്പൂപ്പ ഓ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ചോദ്യം മക്കളെ. അപ്പൂപ്പന് ഈ കൊച്ചതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? 1 രൂപയുടെ ഗതി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ലല്ലോ. ഇല്ല. പക്ഷെ ഈ കൊച്ചത്തിനെ കൊണ്ട് എന്റെ ഒരു വീഡിയോ 20 ലക്ഷം പേര് അപ്പൂപ്പ കണ്ടത്. ഇപ്പൊ എന്റെ നാഷണൽ ക്രഷ് ആണ് ഈ കൊച്ചൻ. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക അപ്പൂപ്പ പ്ലീസ്. കേട്ടോ, നിന്നെ കൊണ്ടൊരു ഗുണം ഉണ്ടായെന്ന് ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത്. അതുകൊണ്ട് അതവിടെ കിടന്നോട്ടെ. കൊച്ചിന്റെ ആഗ്രഹം ഇല്ലൂടാ മക്കളെ, അത് ഡിലീറ്റ് ചെയ്ത് കളയണ്ട കേട്ടോ. അച്ഛാ, എന്താ ഇവളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ നാണം കയറണം. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആൾക്ക് ഞാൻ തന്നെ ഫോൺ തുറന്ന് എന്റെ വീഡിയോ എടുത്ത് ഞാൻ തന്നെ ചിരിക്കുന്നു. എടാ, ഇത്രയും കാലം നിന്റെ പുറകെ നടന്ന് ഉപദേശിച്ചിട്ട് വരാത്ത നാണം മീനുട്ടി ഒരു വീഡിയോ ഇട്ടപ്പോ വന്ന്. മക്കളെ, ഇനി ഡെയിലി ദിവസം തോറും ഒരു വീഡിയോ ഇട്. അവന് നാണം വരട്ടെ. നീ വീഡിയോ എടുക്കാൻ നീ എന്റെ അടുത്തേക്ക് വാട്ടാ, നിന്നെ ശരിയായി തരാം. മീനുട്ടി, ഞാൻ മര്യാദക്ക് അല്ലെങ്കിൽ നിന്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തപ്പോ നിങ്ങൾ വന്ന്. അപ്പൂപ്പ, ഓ, അപ്പൂപ്പന്റെ എന്തെങ്കിലും സാധനം കാണാതെ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്ത് പറ്റി മക്കളെ? അല്ല, സാധാരണ അപ്പൂപ്പന്റെ എന്തെങ്കിലും സാധനം കാണാതെ പോകുമ്പോഴാണല്ലോ ഇവർ രണ്ടുപേരും തിരക്കുന്നത്. മീനുട്ടി, കളിക്കല്ലേ, ഇത് നിന്റെ അച്ഛനാണത് ഓർമ്മ വേണം. എനിക്ക് മോഷണമല്ല പണി, അതോ എനിക്ക് മോഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ അച്ഛാ, സോറി, ഞാനത് അറിയാതെ പറഞ്ഞതാ. അത് വലിയ തമാശയായിട്ട് നമുക്ക് തോന്നിയില്ല. സോറി. എന്റെ മോളല്ലേ, ഇതും പറയും അപ്പുറവും പറയും. മക്കളെ, എന്തോ കള്ള ലക്ഷണമുണ്ടല്ലോ. ഏയ്, അങ്ങനൊന്നും കാണത്തില്ല അപ്പൂപ്പ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ചിലപ്പോ ഫീൽ ചെയ്തായിരിക്കും. എന്തേലും കള്ളത്തിലുണ്ടായിരുന്നെങ്കിൽ ഇവിടെ കൊണ്ട് ഇത് പറഞ്ഞ് ബഹളം പറ്റും. അങ്ങനെയല്ല, എന്തോ കള്ളത്തിലുണ്ട് അച്ഛാ. അതും എന്തോ വലിയ കള്ളത്തിലുണ്ട്. ഇവള് പറഞ്ഞ പോലെ ചെറിയ എന്തെങ്കിലും കള്ളത്തിലായിരുന്നു ഇവിടെ നിന്നിട്ട് എന്ന് പറഞ്ഞ് കളിച്ചേനെ. ഇത് നൈസായിട്ട് രാമേട്ടനും പുള്ളിയും കൂടി സ്കൂട്ടായി ഇവിടുന്ന് പോയാണ്ടോ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛൻ സൂക്ഷിച്ചോ. മക്കളെ, മേശ എല്ലാരും പൂട്ടിയിരിക്കാന്നോ? അതിന് എനിക്ക് എവിടെന്നാ മേശ? ഞാൻ അച്ഛന്റെ മേശയുടെ കാര്യത്തിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ പൂട്ടിയിട്ട് താക്കോലെന്നെ ഏൽപ്പിച്ചോളൂ, ഞാൻ സൂക്ഷിച്ചോളാം. അപ്പൂപ്പ, ഒരു കള്ളനെ പേടിച്ചിട്ട് വേറൊരു കള്ളനെ ഏൽപ്പിക്കണം അപ്പൂപ്പ താക്കോല്. താക്കോലപ്പം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കള്ളനെ അപ്പൂപ്പനെ ഏൽപ്പിക്കത്തില്ല. എന്നാ സൂക്ഷിച്ചു വെച്ചോ, അവിടെ ഇരിക്കട്ടെ താക്കോല്. അവിടെ ഇരുന്നോട്ടെ. സ്വർണം തിരിച്ചു വെച്ചോ? സ്വർണ്ണോ? ഏത് സ്വർണ്ണം? ആറ് സ്വർണ്ണം? സേതു, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കടങ്ങളുണ്ട്. പക്ഷെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു സാധനം മോഷ്ടിക്കുന്നത് ശരിയാണോ സേതു? ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടൊന്നുമില്ല. ആരും അറിയാണ്ടേ മറ്റുള്ളവരുടെ സാധനം എടുക്കുന്നതിന് മോഷണം എന്നാ പറയുന്നേ. നീ അങ്ങനെ പറയുന്നു. പിന്നെ ഞാൻ എങ്ങനെയാ പറയണ്ടേ? പറ സേതു, ഞാൻ എന്ത് പറയണമെന്ന് പറ. മോഷ്ടിച്ചിരിക്കുന്നു ഒരു ചെറിയ കാര്യത്തിന്. ഇതിന് വലിയൊരു കാര്യം വരുമ്പോ വലിയ മോഷണം നടത്തില്ല എന്ന് ആര് കണ്ടു? സേതു, ഈ കള്ളൻ എന്ന് പറയുമ്പോഴേ അതിന് ചെറുതെന്നോ വലുതെന്നോ ഇല്ല. കള്ളൻ, അത്രേ ഉള്ളൂ. നീ കള്ളെന്ന് വിളിക്കരുത്. പിന്നെ ഞാൻ എന്താ വിളിക്കണ്ടേ?
ഒരു സാധനം മോഷ്ടിച്ച ഒരാളെ കള്ളൻ നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കണ്ട ഞാൻ? അച്ഛാ, അമ്മ എന്താ ചേച്ചാ? അമ്മ എന്താ കരയുന്നേ? ഇല്ല നമുക്ക് അറിഞ്ഞല്ല. ഒന്നുമില്ല. അമ്മയാണെങ്കിൽ ഒരു ഫയൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ പെട്ടെന്ന് പൊടി പോയതാ കണ്ണില്. അമ്മ എന്റെ ചുമ്മാ കള്ളം പറയലേ. ഫയൽ എടുത്തപ്പോ കണ്ണീന്ന് പൊടി പോയെന്ന്. നിങ്ങൾ രണ്ടുപേരും കരയാണെന്ന് എനിക്കറിയാം. എന്തേലും വഴക്കാണെങ്കിൽ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യ്. ഇല്ല കുഞ്ഞൊന്നുമില്ല. എന്തായാലും ഞാൻ പോവുക. എന്ത് പറ്റി? കുഞ്ചു വന്നപ്പോ പെട്ടെന്ന് പറയണ്ടായിരുന്നല്ലോ. പറയില്ലെന്ന്. സേതു, ശരിക്കും അവളോട് പറയണം അവളുടെ അച്ഛൻ ഇന്ന് ചെയ്ത് എന്താന്നുള്ളത്. അവള് പോലും അറിയാണ്ട് അവളുടെ ഒരു തരി സ്വർണം കൊണ്ട് സേതു പണയം വെച്ചിരിക്കുന്നു. എങ്ങനെ തോന്നി സേതു? കാരണം ഒരു അത്യാവശ്യം വന്നപ്പോ പറ്റിപ്പോയതാ. ഇനി ഞാൻ ഇങ്ങനൊന്നും ചെയ്യില്ല. പ്ലീസ് സംസാരിക്കണ്ടേ ഇനി? കാരണം അത്ര അത്യാവശ്യം വന്നോണ്ട് ഞാൻ എടുത്തു പോയതാ. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊന്നും ഉണ്ടാവില്ല. സോറി. എനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സേതു. ഇനി വിശ്വസിച്ചേ പറ്റൂ. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. സോറി. ഉറപ്പിക്കാവോ? കോംപ്രമൈസ് ആയാ? ആ കേട്ടോ.